ഹലോ ഡിയേഴ്സ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SLC മാത്സ് ആണ്. ഇത് ഫസ്റ്റ് ചാപ്റ്ററായ സമാന്തര ശ്രേണികൾ എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. ഓക്കെ, അപ്പം സമാന്തര ശ്രേണികൾ എന്താണ്? സമാന്തര ശ്രേണികൾ നോക്കാം നമുക്ക്. സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കൂ. ഇവിടെ ഇരട്ട സംഖ്യകളാണ് 2, 4, 6 എക്സെട്ര. അപ്പം 2, 4, 6 എക്സെട്ര അല്ലേ, എങ്ങനെയാണല്ലേ. അപ്പോൾ ഈ 2നോട് എന്ത് കൂട്ടിയപ്പോൾ അടുത്ത സംഖ്യ കിട്ടിയത് 2 തന്നെ അല്ലേ. 2 + 2 4. ഈ 4നോട് എന്ത് കൂട്ടിയപ്പോഴാണ് 6 കിട്ടിയത് 2 അല്ലേ. അപ്പോൾ ഒരേ നമ്പർ തന്നെ എന്താണ് നമ്മൾ കൂട്ടി പോവുകയാണ് അല്ലേ. ഇനി അടുത്ത സംഖ്യ എന്തായിരിക്കും? 6നോട് 2 കൂട്ടിയ എന്താ 8. 8നോട് അടുത്ത സംഖ്യ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് 8നോട് 2 കൂട്ടണം അല്ലേ. അതിൻ്റെ അടുത്ത സംഖ്യ കിട്ടണമെങ്കിൽ ആ സംഖ്യനോട് 2 കൂട്ടുക അല്ലേ. അപ്പം എല്ലാം എന്താണ് അതിൽ വരുന്നത്? 2 കൂട്ടി പോവാണ് അല്ലേ. അപ്പം ഇതെന്താണ്? ഒരു സമാന്തര ശ്രേണിയാണ് അല്ലേ. അതുപോലെ സമാന്തര ശ്രേണി നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം, ഒരു നിയമമാണ് ഇതില്ലേ. സമാന്തര ശ്രേണി എന്താണ്? ഇപ്പം നോക്കിയേ, 2ൽ തുടങ്ങി വീണ്ടും 2 കൂട്ടുക. 2ൽ തുടങ്ങി വീണ്ടും 2 കൂട്ടുക പറഞ്ഞാൽ ആദ്യം 2 എഴുതുക. അപ്പോൾ പിന്നെ എന്താണ്? 2നോട് 2 കൂട്ടിയ 4, പിന്നെ 4നോട് 2 കൂട്ടിയ 6. അടുത്ത സംഖ്യ എന്തായിരിക്കും? 6നോട് 2 കൂട്ടിയ 8, 8നോട് 2 കൂട്ടിയ 10, അങ്ങനെ പോകൂല്ലേ. ഇനി 1ൽ തുടങ്ങി വീണ്ടും 2 കൂട്ടുക എന്ന് പറഞ്ഞാൽ 1 എന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ 1 ആദ്യം എഴുതുക. പിന്നെ 2 കൂട്ടുക അല്ലേ. 1ന്ന് 2 കൂട്ടിയാൽ 3 അല്ലേ. പിന്നെ 3നോട് 2 കൂട്ടിയാൽ 5, 5നോട് 2 കൂട്ടിയാൽ എത്രയാണ്? 7, അങ്ങനെ പോകും അല്ലേ. ഇനി നമുക്ക് അര 1/2ൽ തുടങ്ങി വീണ്ടും അര കൂട്ടുക. അപ്പം എന്തെങ്കിലും അര + അര, ആദ്യം അര എഴുതി, അര എന്ന് തുടങ്ങാനല്ലേ പറഞ്ഞാൽ. അപ്പം അര അല്ലേ. അപ്പോൾ ഹാഫ്. അപ്പം അരയിൽ അര കൂട്ടിയ എത്രയാ? 1. 1നോട് അര കൂട്ടിയ എത്രയാ? 1.5. 1.5നോട് അര കൂട്ടിയ എത്രയാ? 2. 2നോട് അര കൂട്ടിയാൽ 2.5, അങ്ങനെ പോകും അല്ലേ. പിന്നെ 360ൽ തുടങ്ങി വീണ്ടും 0 കൂട്ടാനാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ 360 തുടങ്ങാനല്ലേ പറഞ്ഞത്. അപ്പോൾ 360 എന്ന് എഴുതുക. പിന്നെ അതിന് 0 കൂട്ടി പോകാൻ പറഞ്ഞാൽ 360 + 0 എന്ന് പറഞ്ഞാൽ 360. പിന്നെയും 0 കൂട്ടുക പറഞ്ഞാൽ പിന്നെയും 360. പിന്നെയും 0 കൂട്ടി പറഞ്ഞാൽ 360 അല്ലേ, അങ്ങനെ പോവുക. 95ൽ തുടങ്ങി വീണ്ടും -5 കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താ നമുക്ക് -5 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക? 95 എഴുതുക. 95ന്ന് -5 എന്താ കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 95 -5 പറഞ്ഞാൽ എത്രയാണ്? 90. 90 - 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 85. 85 - 5 80. 80 - 5 75, അങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇത്രയും ശ്രേണികൾക്കെല്ലാം എന്താ പൊതുവായ ഒരു പേരുണ്ട്. എന്നതാ അറിയുക. ഇതൊക്കെ സെയിം സംഖ്യകളാണ് ഇവിടെ കൂട്ടി പോകുന്നത്. ഈ ലൈനിലൊക്കെ എന്താണ്? സെയിം സംഖ്യയാണ് കൂട്ടി പോകുന്നത്. ഈ ലൈനിലും സെയിം സംഖ്യ, ഈ ലൈനിലും എന്താണ്? സെയിം സംഖ്യകളല്ലേ കൂട്ടി പോകുന്നത്. അതുപോലെ ഈ ലൈനിലൊക്കെ എന്താ? സെയിം സംഖ്യകൾ കൂട്ടി പോകുന്നതാണ് അല്ലേ. ഇത്തരം ശ്രേണികൾക്കെല്ലാം പൊതുവായി എന്താ വിളിക്കുന്നത്? അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയും കേട്ടോ. എന്താണ്? സമാന്തര ശ്രേണി. ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും കൂട്ടി കിട്ടുന്ന ശ്രേണിയാണെന്ത്? സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അതാണ് ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി, ഇവിടെയൊക്കെ ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി എന്താണ്? ഒരേ സംഖ്യ തന്നെ വീണ്ടും കൂട്ടുമല്ലോ. അങ്ങനെ കൂട്ടി കിട്ടുന്ന ശ്രേണിയാണ് എന്ത് പറയുന്നത്? സമാന്തര ശ്രേണി എന്ന് പറയുന്നത് കേട്ടോ. ഇംഗ്ലീഷിൽ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നോക്ക്, ഇവിടെ നമ്മൾ ഇത് എടുക്കുകയാണ് 2, 4, 6. അപ്പോൾ ഇവിടെ നോക്കിയേ, ഒരു ശ്രേണിയിലെ സംഖ്യകളെ പൊതുവെ എന്താണ്? സംഖ്യയിലെ പദങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ ശ്രേണിയിലെ സംഖ്യകളെ എന്താണ്? ഇപ്പൊ ഈ 2, 4, 8, 10 ഇതൊക്കെ എന്താണ്? ആ ശ്രേണിയിലുള്ള പദങ്ങൾ എന്നാണ് പറയുക കേട്ടോ. ടേംസ് എന്ന് പറയും. ഇപ്പൊ 12 ആ ശ്രേണിയിലുള്ള പദങ്ങളാണ് അല്ലേ. 6 എന്താണ്? ഈ ശ്രേണിയിലുള്ള പദമാണ് അല്ലേ. അപ്പൊ ഈ ഓരോ സംഖ്യയിലും എന്താണ് ഒരു ശ്രേണിയിലെ സംഖ്യകളെ പൊതുവെ എന്താണ് പറയുക? പദങ്ങൾ എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് എന്താണ് നമുക്ക് പറയാ? ഈ ഇതിനെ ഫസ്റ്റത്തെ പദം എന്താണ്? ഇത് 1-ാം പദം. ഫസ്റ്റത്തെ ഈ ആദ്യത്തെ സംഖ്യ ഇതില്ലേ, ഈ 2, ഇത് 1-ാം പദമാണ്. ഇത് 2ാമത്തെ സംഖ്യ എന്താണ്? 2-ാം പദം, 3-ാം പദം, 4-ാം പദം, 5-ാം പദം, 6-ാം പദം, 7-ാം പദം, അങ്ങനെ പോകും അല്ലേ. ഓക്കെ, അപ്പോൾ പദങ്ങൾ അതാണ് അല്ലേ. 1-ാം പദം, 2-ാം പദം, 3-ാം പദം. അപ്പോൾ ആ സംഖ്യയിലെ സംഖ്യകൾ എന്താണ്? ഒരു ശ്രേണിയിലെ സംഖ്യകളെ എന്താണ് പറയുന്നത്? പദങ്ങൾ എന്ന് പറയും കേട്ടോ. 1-ാം പദം, 2-ാം പദം, 3-ാം പദം, അങ്ങനെ തുടർന്ന് പോകും. ഓക്കെ, അപ്പോൾ ഈ സമാന്തര ശ്രേണിയെ കുറിച്ച് നമുക്ക് എങ്ങനെ പറയാറിയോ? സമാന്തര ശ്രേണിയിൽ ഏത് പദത്തിൽ നിന്നും തൊട്ടടുത്ത പദത്തിലെത്താൻ എന്താ കൂട്ടേണ്ടത്? ഒരേ സംഖ്യയാണ്. എന്താ? സമാന്തര ശ്രേണിയിൽ ഏത് പദത്തിൽ നിന്നും തൊട്ടടുത്ത പദത്തിലെത്താൻ കൂട്ടേണ്ടത് എന്താണ്? ഒരേ സംഖ്യ. നമ്മൾ പഠിച്ചില്ലേ. ഇത് തന്നെ മറ്റൊരു വിധത്തിൽ നമുക്ക് പറയാം. എന്താണ്? സമാന്തര ശ്രേണിയിൽ ഏത് പദത്തിൽ നിന്നും തൊട്ടു പിന്നിലുള്ള പദം കിട്ടാൻ എന്താണ്? കുറയ്ക്കേണ്ടത് ഒരേ സംഖ്യയാണ്. ഇപ്പൊ 6 ഇപ്പൊ അങ്ങനെ എടുക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോ നോക്കൂ, 6 അങ്ങനെ എടുത്തു വിചാരിച്ചു നോക്കൂ. 2, 4, 6, 8,
എക്സെട്ര അല്ലേ, ഇങ്ങനെ പോകുന്നത് വെച്ചാൽ. അപ്പോൾ എന്താണ് സമാന്തരം ഏത് പദം തൊട്ട് പിന്നിലുള്ള പദം, അപ്പോൾ 6-ാം ചോയ്സ് അതിൻ്റെ തൊട്ട് പിന്നിലുള്ള പദം കിട്ടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരേ സംഖ്യ തൊട്ട് പിന്നിലുള്ള പദം കിട്ടാൻ എന്താണ് കുറയ്ക്കേണ്ടത്? ഒരേ സംഖ്യയാണ് അല്ലേ. ഇപ്പോൾ 6-ന്ന് 2 കുറച്ചാൽ 4 കിട്ടും, 4-ന്ന് 2 കുറച്ചാൽ 2 കിട്ടും അല്ലേ. അങ്ങനെ എന്താ തൊട്ടടുത്ത പിന്നിലുള്ള സംഖ്യ കിട്ടണമെങ്കിൽ എന്താണ് ഒരേ പദം കൊണ്ട് തന്നെയാണ് കുറയ്ക്കേണ്ടത് അല്ലേ. പിന്നെ ഇത് നമ്മൾ ഒരേ സംഖ്യ തന്നെ കൂട്ടി പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒരേ സംഖ്യ തന്നെ കുറച്ച് പോകാന്ന് പറഞ്ഞില്ലേ, അതിന് പറയുന്ന പേരാണെന്ത്? പൊതുവ്യത്യാസം കേട്ടോ. ഏത് പദത്തിൽ നിന്നും തൊട്ട് പിന്നിലുള്ള പദം കുറച്ച് കിട്ടുന്ന ഈ സംഖ്യ എന്താണ്? സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം. അപ്പോൾ പൊതുവ്യത്യാസം കിട്ടാൻ എന്താണ്? നമ്മൾ ഈ 2 പദങ്ങൾ എടുത്തിട്ട് എന്താണ് അത് മൈനസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ സംഖ്യ ഈ ശ്രേണിയിലുള്ള പൊതുവ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് 4-ന്ന് 2 കുറച്ച് വെക്കുക, അപ്പോൾ 2 അതാണെന്ത്? പൊതുവ്യത്യാസം കേട്ടോ. അപ്പോൾ 2-ാം പദത്തിൽ നിന്ന് 1-ാം പദം കുറച്ചാൽ കിട്ടുന്നതാണെന്ത്? പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ സമാന്തര ശ്രേണിയിൽ ഈ പൊതുവ്യത്യാസം നിർബന്ധമാണ്. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ? 2-ാം പദത്തിൽ നിന്ന് 1-ാം പദം കുറച്ച് കിട്ടുന്നതാണെന്ത്? പൊതുവ്യത്യാസം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നോക്ക്, ഇത് 10-ൽ നിന്ന് തുടങ്ങി 3 വീതം കൂട്ടി ഉണ്ടാക്കുന്ന സമാന്തര ശ്രേണിയാണ് അല്ലേ. 10-ന്ന് തുടങ്ങി, 10-ന്ന് 3 കൂട്ടിയാൽ 13, 13നോട് 3 കൂട്ടിയാൽ 16, 16നോട് 3 കൂട്ടിയാൽ 19, 19നോട് 3 കൂട്ടിയാൽ 22, അങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇതിൻ്റെ പൊതുവ്യത്യാസം എന്താണ്? 2-ാമത്തെ പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക കേട്ടോ. അപ്പോൾ 13-ന്ന് 10 കുറച്ചാൽ എത്രയാണ്? 3. അപ്പോൾ ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണ്? 3 ആണ് കേട്ടോ. ഓക്കെ, ഇനി 10-ൽ നിന്ന് തുടങ്ങി 3 വീതം കുറച്ചാലോ? 10-ന്ന് 3 കുറച്ചാൽ 7, 7-ന്ന് 3 കുറച്ചാൽ 4, 4-ന്ന് 3 കുറച്ചാൽ 1, 1-ന്ന് 3 കുറച്ചാൽ -2 അല്ലേ, അങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇതെന്താ? ഇതിൻ്റെ ഇത് ഇങ്ങനെ ഒരു സമാന്തര ശ്രേണി കിട്ടും. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ പൊതുവ്യത്യാസം? എന്താണ്? 2-ാമത്തെ പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക അല്ലേ. അപ്പം 7-ന്ന് 10 കുറച്ചാൽ എത്ര? -3 അല്ലേ. അപ്പോൾ -3 ഇതിൻ്റെ പൊതുവ്യത്യാസം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പദത്തിൽ നിന്ന് 2-ാമത്തെ പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക. ഇതിന്ന് 3-ാമത്തെ പദത്തിൽ നിന്ന് 2-ാമത്തെ പദം കുറച്ചാലും കിട്ടും. ഇനി 4-ാമത്തെ പദത്തിൽ നിന്ന് തൊട്ട് പിന്നിലുള്ള ഇതെന്താണോ അതും കുറച്ചാൽ കിട്ടും അല്ലേ. 4-ാം പദം മൈനസ് 3-ാം പദം അല്ലേ. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ പൊതുവ്യത്യാസം കിട്ടും കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത എന്താന്ന് നോക്കിയേ. അപ്പം നമുക്ക് സമാന്തര ശ്രേണിയാണോ എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയാണ് ഇത് സമാന്തര ശ്രേണിയാണോ എന്ന് പരിശോധിക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു പദം എടുത്തിട്ട് ആ പദത്തിൻ്റെ തൊട്ട് പിന്നിലുള്ള പദം കുറച്ചാൽ കിട്ടുന്നത് ഒരേ സംഖ്യ ആണോ എന്ന് നോക്കുക. ഓക്കെ, ഇപ്പോൾ 2-ാം പദത്തിൽ നിന്ന് 1-ാം പദം കുറച്ചാൽ കിട്ടുന്നത് ആ സംഖ്യ ആണോ നോക്കുക. അതുമാതിരി 3-ാം പദത്തിൽ നിന്ന് 2-ാം പദം കുറച്ചാൽ ആ തന്നെയാണ് കിട്ടുന്നത് നോക്കുക, ആ സംഖ്യ തന്നെയാണോ കിട്ടുന്നത് നോക്കുക. അപ്പോൾ അത് ആ സംഖ്യ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ എന്താണ്? അത് സമാന്തര ശ്രേണിയാണ് കേട്ടോ. ഉദാഹരണമായി നോക്കുക, 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യകളുടെ ശ്രേണി നോക്കുക. അപ്പോൾ എന്താണ്? 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്നത് ഏതൊക്കെയാണ്? 1, 4, 7 എക്സെട്ര അല്ലേ. അപ്പോൾ ഈ സംഖ്യകളെ ഇങ്ങനെ നമുക്ക് എന്താ വിസ്തരിച്ച് ചെയ്താൽ ഇങ്ങനെ 3 × 0 + 1, 3 × 1 + 1, 3 × 2 + 1 അല്ലേ. അതായത് 3 × 0 എന്ന് പറഞ്ഞാൽ 0, 0 + 1 പറഞ്ഞാൽ 1, ആ 1 ഇവിടെ അല്ലേ. ഇനി 3 × 1 3, 3 + 1 4, ആ 4 ഇവിടെ. ഇനി 3 × 2 6, 6 + 1 7, അതാണ് ഇവിടെ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വിസ്തരിച്ച് എഴുതാം. അപ്പോൾ ഇത് സമാന്തര ശ്രേണിയാണോ എങ്ങനെ നമുക്ക് നോക്കുക? 2-ാം പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ച് നോക്കുക. അപ്പോൾ 4-ന്ന് 1 കുറച്ചാൽ എത്രയാ? 3 അല്ലേ. ഇനി എന്താണ്? 7-ന്ന് 4 കുറച്ച് നോക്കൂ. എന്താണ് അതിൻ്റെ പൊതുവ്യത്യാസം വരുന്നത്? അതും 3 തന്നെ അല്ലേ. അപ്പോൾ എന്താണ് ഇതിൻ്റെ പൊതുവ്യത്യാസം? മൊത്തം എന്താണ്? 3 തന്നെയാണ് അല്ലേ. അപ്പോൾ എന്താണ് ഈ ശ്രേണി എന്ന് പറയുന്നത്? എന്താണ്? സമാന്തര ശ്രേണിയാണ് അല്ലേ. അപ്പോൾ പൊതുവ്യത്യാസം എന്താണെന്ന് നോക്കുക. പൊതുവ്യത്യാസം എന്താണ് സെയിം ആണ് കിട്ടുന്നതെങ്കിൽ എന്താണ്? ഇത് സമാന്തര ശ്രേണിയാണ് അല്ലേ. പൊതുവ്യത്യാസം കിട്ടുന്നുണ്ടെങ്കിൽ അത് സമാന്തര ശ്രേണിയാണ് അല്ലേ. അപ്പം ഇതിൻ്റെ പൊതുവ്യത്യാസം എത്രയാണ്? 3 ആണ് അല്ലേ. അതുപോലെ എന്താണ്? ഇത് 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 അല്ലാത്ത സംഖ്യകളുടെ ശ്രേണി എടുത്താലൊന്ന്. അപ്പോൾ ശിഷ്ടം 1 അല്ലാത്ത സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 അല്ലാത്ത സംഖ്യ എന്ന് പറയുമ്പോൾ 3 കൊണ്ട് ഹരിച്ചാൽ 1 അല്ലാത്ത 2, 3, 5, 6 ഇതൊക്കെ അല്ലേ. ശിഷ്ടം 2, 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 അല്ലാത്തതെന്ന് പറഞ്ഞേ അല്ലേ. അപ്പം ഏതൊക്കെയാണ് 2 വരുന്നത്? ഏതാ നോക്കൂ. 3-നോട് 2 അല്ലേ. പിന്നെ 3 അല്ലേ. പിന്നെ 1 അല്ലാത്തതെന്നല്ലേ പറഞ്ഞാൽ അപ്പോൾ 0 എടുക്കാം നമുക്ക് അല്ലേ. അപ്പോൾ 2, 3, 5, 6 അല്ലേ. അപ്പോൾ എന്താണ് ഈ ശ്രേണി? എന്താണ് സമാന്തര ശ്രേണിയാണോ നോക്കാം നമുക്ക്. സമാന്തര ശ്രേണിയാണോ എങ്ങനെയാണ്? 3-ന്ന് 2 കുറച്ച് നോക്കൂ. എത്ര നമുക്ക് കിട്ടുക? 1 കിട്ടുക അല്ലേ. അതുപോലെ 5-ന്ന് 3 കുറച്ചാലോ? 2 കിട്ടുക. അപ്പോൾ ഇതെന്താ? സമാന്തര ശ്രേണിയല്ല അല്ലേ. ആദ്യത്തെ 2 പദങ്ങൾ 2-3 എണ്ണം എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം അല്ലേ. ആദ്യത്തെ 2-3 എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് പൊതുവ്യത്യാസം സെയിം ആണെങ്കിൽ മാത്രമേ എന്തുള്ളൂ? ഇത് സമാന്തര ശ്രേണി ആയിട്ട് പറയുള്ളൂ അല്ലേ. അപ്പോൾ ഇത് സമാന്തര ശ്രേണിയാണോ? അല്ല അല്ലേ. 3-ന്ന് 2 കുറച്ചാൽ 1, 5-ന്ന് 3 കുറച്ചാൽ 2 കിട്ടുന്നത്. അപ്പോൾ എന്താണ്? ഇത് സമാന്തര ശ്രേണിയല്ല അല്ലേ. ഓക്കെ, ദെൻ
ഇനി ക്വസ്റ്റ്യൻസ് നോക്കിയേ. ചുവടെ പറഞ്ഞിരിക്കുന്ന ശ്രേണികൾ ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കുക. കാരണം എഴുതണം. സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതുവ്യത്യാസവും എഴുതണം എന്ന് അറിഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്കിപ്പോൾ പഠിച്ചോടത്തോളം നമുക്ക് എന്താണ് നമുക്കറിയാൻ കഴിയും അല്ലേ. സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതുവ്യത്യാസം സെയിം ആയിരിക്കും അല്ലേ. ആദ്യത്തെ പദവും രണ്ടാമത്തെ പദവും ആദ്യത്തെ പദവും തമ്മിൽ മൈനസ് ചെയ്ത് വെക്കുക. പിന്നെ മൂന്നാമത്തെ പദവും രണ്ടാമത്തെ പദവും കൂടി മൈനസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എന്താണ് സെയിം ആണ് കിട്ടുന്നെങ്കിൽ പൊതുവ്യത്യാസം സെയിം ആണെങ്കിൽ എന്താണ് അത് സമാന്തര ശ്രേണിയാണ് അല്ലേ. ഓക്കെ, ഇത് സമാന്തര ശ്രേണിയാണോ അല്ലേന്ന് നോക്കുക. എന്നിട്ട് എന്താണ് സമാന്തര ശ്രേണി ആണെങ്കിൽ എന്താണ് അതിൻ്റെ പൊതുവ്യത്യാസം എഴുതണം. ഈ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അതിൻ്റെ കാരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? അത് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് അങ്ങ് എഴുതി നോക്കാം കേട്ടോ. ഇനി എന്താണ് ഈ 1 4 ഹരിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് മിച്ചം എന്താ വരിക? 1 തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് 1 എഴുതുക. ഓക്കെ, ദെൻ അടുത്ത് 2 4 ഹരിച്ചാൽ ശിഷ്ടം എന്താ വരിക? 2. അപ്പോൾ പറ്റൂല. നമുക്ക് ചോദ്യം എന്താ 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്നതെന്ന് അറിഞ്ഞു എഴുതണ്ടേ അല്ലേ. അപ്പോൾ നമുക്ക് പറ്റൂല. ഇനി 3 4 ഹരിച്ചാൽ എത്ര കിട്ടുക? 3 ശിഷ്ടം വരിക. പറ്റൂല. 4 4 ഹരിച്ചാൽ എന്താ വരിക? 0 ശിഷ്ടം വരിക. പറ്റൂല അല്ലേ. ഇനി 5 4 ഹരിച്ചാലോ 1 ശിഷ്ടം വരിക. അത് നമുക്ക് എഴുതാം അല്ലേ. അപ്പം 5. ദെൻ 6 4 ഹരിച്ചാലോ 2. പറ്റൂല. 7 4 ഹരിച്ചാൽ 3 കിട്ടുക. പറ്റൂല. 8 4 ഹരിച്ചാൽ എന്താ? 0 ശിഷ്ടം വരിക. പറ്റൂല. ഇനി 9 പറ്റൂല. 9 4 ഹരിച്ചാൽ 1 ശിഷ്ടം വരും അല്ലേ. ഇനി 10 4 ഹരിച്ചാൽ എത്ര കിട്ടുക? ശിഷ്ടം 2. പറ്റൂല. 11 ശിഷ്ടം എത്രയാണ്? 3 വരും. പറ്റൂല. 12 4 ഹരിച്ചാൽ ശിഷ്ടം എന്താ? 0 വരിക. ഇനി 13 പറ്റൂല. 13 4 ഹരിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? ഒന്ന് ഹരിച്ചു നോക്കുക കേട്ടോ. 13 4 ഹരിച്ച് ശിഷ്ടം മിച്ചം എത്രയാണ്? 1 അല്ലേ. അപ്പം ഇങ്ങനെ ഇത് തുടർന്ന് പോകും അല്ലേ. ഇനി നമുക്ക് എന്താണ് ഇത് സമാന്തര ശ്രേണിയാണോ എന്ന് നോക്കണം. സമാന്തര ശ്രേണിയാണോ എന്ന് എങ്ങനെ നോക്കുക? നമുക്ക് ആ 2ാം പദം മൈനസ് ആദ്യ പദം ചെയ്ത് നോക്കുക. അതുപോലെ 3ാം പദം മൈനസ് 2ാം പദം ചെയ്യുക. 4ാം പദം മൈനസ് 3ാം പദം ചെയ്ത് നോക്കുക. അപ്പോൾ നോക്കാം. അപ്പം 5 1 കുറച്ചാൽ എത്രയാ? 4 അല്ലേ. അതൊക്കെ. ഇനി 9 5 കുറച്ചാൽ എത്രയാ? 4 തന്നെ അല്ലേ. 13 9 കുറച്ചാൽ എത്രയാ? 4 തന്നെ. അപ്പോൾ ഇതെന്താണ്? ഇത് സമാന്തര ശ്രേണിയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താ എഴുതേണ്ടത്? ഇത് സമാന്തര ശ്രേണിയാണ് എന്ന് എഴുതുക അല്ലേ. ഇനി പൊതുവ്യത്യാസം സമം എന്താ എഴുതേണ്ടത്? പൊതുവ്യത്യാസം സമം എത്രയാ? 5 1 കുറച്ചപ്പോൾ 4 അല്ലേ നമുക്ക് കിട്ടിയേ. അപ്പോൾ പൊതുവ്യത്യാസം സമം നിങ്ങൾ എന്താ എഴുതേണ്ടത്? 4 എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, പൊതുവ്യത്യാസം 4 ടീച്ചർ എഴുതുന്നില്ല, നിങ്ങൾ എഴുതുക. ഇത് സമാന്തര ശ്രേണിയാണ്. എന്താണ് ഇതിൻ്റെ പൊതുവ്യത്യാസം? 4 എന്ന് എഴുതുക. ഇനി അടുത്ത ചോദ്യം നോക്കൂ. 4 കൊണ്ട് ഹരിച്ചാൽ 1 അല്ലെങ്കിൽ 2 മിച്ചം വരുന്ന സംഖ്യകൾ എന്താണ്? 4 കൊണ്ട് ഹരിച്ചാൽ 1 അല്ലെങ്കിൽ 2 ഏതെങ്കിലും പറ്റും. ഇത് ഇവിടെ 1 മാത്രമേ പറഞ്ഞിരുന്നത് മിച്ചം വരുന്നത് അല്ലേ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 4 കൊണ്ട് ഹരിച്ചാൽ 1 അല്ലെങ്കിൽ 2 മിച്ചം വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പം നമുക്ക് ആ സംഖ്യകൾ ഏതൊക്കെയാണ് നോക്കി നോക്കുക. അപ്പം 1 കൊണ്ട് 4 ഹരിച്ചപ്പോൾ നമുക്ക് എന്താ ശിഷ്ടം കിട്ടുക? 1 തന്നെ അല്ലേ. അപ്പോൾ അത് പറ്റും. പിന്നെ 2നോട് 4 ഹരിച്ചാൽ എന്താ ശിഷ്ടം കിട്ടുക? 2. അപ്പോൾ 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും എഴുതാം അല്ലേ. ഇനി അടുത്ത എന്താണ്? 3നോട് 4 ഹരിച്ചാൽ എത്ര കിട്ടുക? ശിഷ്ടം 3 കിട്ടുക. പറ്റൂല അല്ലേ. ഇനി 4നോട് 4 ഹരിച്ചാൽ ശിഷ്ടം എത്രയാ? 0. അത് പറ്റൂല. ഇനി 5 4 ഹരിച്ചാൽ എന്താ കിട്ടുക? 5 ഹരിക്കണം 4 ചെയ്ത് നോക്കൂ. എന്താ ശിഷ്ടം വരിക? 1 അല്ലേ. അപ്പോൾ നമുക്ക് പറ്റൂലേ. ദെൻ അടുത്തത് 1 അല്ലെങ്കിൽ 2 മിച്ചം വരുന്നതെന്ന് അറിഞ്ഞല്ലേ. പിന്നെന്താണ്? 6 ഹരിക്കണം 4 എന്താണ് ശിഷ്ടം നമുക്ക് കിട്ടുന്നത്? 6 ഹരിക്കണം 4 ശിഷ്ടമാണ് കേട്ടോ. ബാലൻസ് ആണ്, മിച്ചാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് 6നോട് 4 ഹരിച്ചാൽ നമുക്ക് എന്താ ശിഷ്ടം? 2 കിട്ടുക. അപ്പോൾ നമുക്ക് പറ്റൂല. ചോദ്യത്തിൽ 2 മിച്ചം വരുന്നത് അല്ലെങ്കിൽ 1 മിച്ചം വരുന്നത് അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകും അല്ലേ. ദെൻ അടുത്തത് ഇനി നമുക്ക് എന്താണ് ഇത് പൊതുവ്യത്യാസം നോക്കി നോക്കാം. അപ്പോൾ 2ാം പദം മൈനസ് ആദ്യ പദം 2 - 1 എത്രയാ? 1 അല്ലേ. ഇനി 3ാം പദം മൈനസ് 2ാം പദം ചെയ്ത് നോക്കുക. 5 - 2 എത്രയാ? 5 2 പോയാൽ 3 നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ അത് പറ്റൂല. ഡിഫറൻസ് വ്യത്യാസം വന്നില്ലേ. അപ്പോൾ ആദ്യം എന്താക്കും അതിൻ്റെ വ്യത്യാസം എത്രയാണ്? അതിൻ്റെ വ്യത്യാസം 1ഉം ഈ രണ്ടാമത്തെ ഇതിന് നമ്മൾ വ്യത്യാസം എത്രയാണ്? 3 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഇത് സമാന്തര ശ്രേണിയല്ല അല്ലേ. അപ്പോൾ എന്താ ഇതെൻ്റെ നമുക്ക് ഇത് സമാന്തര ശ്രേണിയല്ല. കാരണം എന്താണ്? ഇത് 2 ആദ്യ പദത്തിൽ നിന്ന് 1ാം പദം കുറച്ചപ്പോൾ കിട്ടുന്ന സംഖ്യയല്ല. 3ാം പദത്തിൽ നിന്ന് 2ാം പദം കുറച്ചപ്പോൾ കിട്ടിയത് എന്ന് എഴുതാം. ഓക്കെ, അത് നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? അപ്പം 1ന്റെ സ്ക്വയർ എത്രയാ? 1 തന്നെ അല്ലേ. ഓക്കെ, അപ്പോൾ 1 എന്ന് എഴുതുക. ഇനി 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 അല്ലേ. അപ്പോൾ 4 എന്ന് എഴുതുക. ഇനി 3ന്റെ സ്ക്വയർ എത്രയാണ്? 9 എന്ന് എഴുതുക. പിന്നെന്താ 4ന്റെ 9 ആട്ടോ. 9 എന്ന് എഴുതുക.
ഓക്കെ 9. അടുത്തതാണ് 4ന്റെ സ്ക്വയർ 16. ഓക്കെ, ഇനി 5ന്റെ സ്ക്വയർ എത്രയാ 25. അങ്ങനെ തുടർന്ന് പോകും അല്ലേ. ഓക്കെ, അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ. ഇനി ഇത് സമാന്തര ശ്രേണിയാണോ അല്ലേ എന്നാണ് നമുക്ക് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ സമാന്തര ശ്രേണിയാണോ അല്ലേ നോക്കേണ്ടത് എങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്നത്? രണ്ടാം പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക അല്ലേ, പിന്നെ മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറയ്ക്കുക, എന്നിട്ട് അത് കിട്ടുന്നത് സെയിം ആണോ നോക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ എന്താ 4ന്ന് 1 കുറച്ചാൽ എത്രയാണ് 3 കിട്ടുക അല്ലേ. അപ്പം അവിടെ 3 വന്ന്. ഇനി 9ന്ന് 4 കുറച്ചാൽ എത്ര കിട്ടുക? 9ന്ന് 4 കുറച്ചാൽ 5 അല്ലേ. പറ്റുമോ? സെയിം ആണോ? അല്ല. അപ്പോൾ ഇതെന്താണ്? എണ്ണൽ സംഖ്യയുടെ വർഗ്ഗങ്ങൾ എന്താണ്? സമാന്തര ശ്രേണി അല്ല അല്ലേ. കാരണം എന്താണ്? രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചപ്പോഴും അതുപോലെ മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറച്ചപ്പോഴും കിട്ടുന്ന സംഖ്യ ഒരുപോലെയല്ല അല്ലേ. അപ്പോൾ എന്താണ്? ഇത് സമാന്തര ശ്രേണി അല്ല. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ എഴുതണേ. അടുത്തത് എണ്ണൽ സംഖ്യയുടെ വിപരീത ഭിന്നങ്ങൾ. അപ്പോൾ വിപരീത ഭിന്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? റെസിപ്രോക്കൽ അല്ലേ. അപ്പോൾ നോക്കൂ, അതിന്റെ വിപരീത ഭിന്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ? എണ്ണൽ സംഖ്യ അറിയുമ്പോൾ 1 2 3 4 5 6 7 9 അങ്ങനെ അല്ലേ. അപ്പോൾ അതിന്റെ വിപരീത ഭിന്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? 1ന്റെ വിപരീത ഭിന്നം എന്ന് പറഞ്ഞാൽ 1/1 1 അല്ലേ. 1/1 നമുക്ക് എഴുതാം. ഓക്കെ, 1/1. ഇനി അടുത്ത എന്താണ്? 2 അല്ലേ. അപ്പോൾ എന്താ നമുക്ക് എഴുതുക? 1/2. ഇനി 1/3. ഓക്കെ, അടുത്ത് 1/4. ഓക്കെ, അങ്ങനെ തുടർന്ന് പോകും അല്ലേ. ഇനി നമുക്ക് എന്താണ്? ഇത് സമാന്തര ശ്രേണിയാണോ എന്ന് നോക്കണം അല്ലേ. അത് സമാന്തര ശ്രേണിയാണോ? അപ്പോൾ നമുക്ക് രണ്ടാം പദത്തിൽ ഒന്നാം പദം കുറച്ച് നോക്കിയേ. എന്താണ്? ½ - 1 അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും കിട്ടുക? ആരാന്ന് കിട്ടും അല്ലേ. -½ - 1 അല്ലേ. അപ്പോൾ -1/2 എന്ന് കിട്ടും. അതുപോലെ 1/3 - 1/2 സെയിം ആണോ കിട്ടുന്ന? അല്ല അല്ലേ. അപ്പോൾ എന്താണ്? അത് അതിൻ്റെ പൊതുവ്യത്യാസം സെയിം അല്ല അല്ലേ. അപ്പോൾ എന്താ ഇത് എഴുതേണ്ടത്? ഈ എണ്ണൽ സംഖ്യകളുടെ വിപരീത ഭിന്നങ്ങൾ എന്താണ്? ഇത് സമാന്തര ശ്രേണി അല്ല അല്ലേ. കാരണം എന്താണ്? പൊതുവ്യത്യാസം സെയിം അല്ല അല്ലേ. ഓക്കെ, അടുത്തത് എന്താണ്? 2ന്റെ കൃതികളാണ് അല്ലേ. 2ന്റെ കൃതികൾ എന്ന് പറയുമ്പോൾ എന്താണ്? 2ന്റെ പവർ. അപ്പോൾ 2ന്റെ കൃതികൾ എന്ന് പറയുമ്പോൾ 2ന്റെ പവറാണ് അല്ലേ. അപ്പോൾ 2ന്റെ പവർ എന്ന് പറയുമ്പോൾ 2ന്റെ പവർ എന്ന് പറയുമ്പോൾ 2 പവർ 1 എന്താണ്? 2 കൃതി 1 2 അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ 2 എഴുതുക. ഓക്കെ, അടുത്തത് 2. അടുത്തത് 2 പവർ 2 എത്രയാ? 4. പിന്നെ 2 പവർ 3 എത്രയാ? 8 അല്ലേ. പിന്നെ 2 പവർ 1 2 3 2. അപ്പോൾ നമുക്ക് എന്താ? 2ന്റെ പവർ അല്ലേ പറഞ്ഞ കൃതികളല്ലേ പറഞ്ഞപ്പോൾ 2 പവർ 1 എത്രയാണ്? 2 അല്ലേ. പിന്നെ 2/2 4, 2/3 8, 2/4 16 അല്ലേ. അപ്പോൾ നമുക്ക് എന്താ? ശ്രേണി ഇങ്ങനെ കിട്ടും അല്ലേ. ഇനി ഇതെന്താണ്? സമാന്തര ശ്രേണിയാണോ നോക്കണം അല്ലേ. അപ്പോൾ സമാന്തര ശ്രേണിയാണോ നോക്കണം. എന്താണ്? രണ്ടാം പദം മൈനസ് ആദ്യ പദം ചെയ്ത് നോക്കുക, മൂന്നാം പദം മൈനസ് രണ്ടാം പദം ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ എന്താണ്? 4ന്ന് 2 പോയാൽ എത്ര നമുക്ക് കിട്ടുക? 2 അല്ലേ. ഇനി 8ന്ന് 4 പോയാലോ? 4. 2 സെയിം ആണോ? അല്ല. അപ്പോൾ ഇതെന്താണ്? ഇത് സമാന്തര ശ്രേണി അല്ല അല്ലേ. അപ്പോൾ എന്താ പറയേണ്ടത്? ഇത് ഇതിൻ്റെ രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചതും മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറച്ച സംഖ്യയും ഒരുപോലെയല്ല, അല്ലെങ്കിൽ പൊതുവ്യത്യാസം സെയിം അല്ല. അതുകൊണ്ട് എന്താണ്? ഇതിൻ്റെ എന്താണ്? ഇത് സമാന്തര ശ്രേണി അല്ല എന്ന് എഴുതാം അല്ലേ. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ഒറ്റ സംഖ്യകളുടെ എന്താണ്? ഒറ്റ സംഖ്യകളുടെ പകുതി അല്ലേ. ഒറ്റ സംഖ്യകളുടെ പകുതിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒറ്റ സംഖ്യ ആദ്യം നമുക്ക് എഴുതാം. 1 3 5 7 9 11 എക്സെട്ര അല്ലേ. ഇനി ഒറ്റ സംഖ്യയുടെ പകുതി എന്ന് പറയുമ്പോൾ എന്താണ്? 1ന്റെ പകുതി എത്രയാണ്? 6 അല്ലേ. 1/2 1/2. പിന്നെന്താണ്? 3ന്റെ പകുതി എത്രയാണ്? 1.5 അല്ലേ. അപ്പോൾ 1 പിന്നെ അര ഇത് കേട്ടോ. 1.5. പിന്നെന്താ വരുന്നത്? 5ന്റെ പകുതി എത്രയാണ്? 2.5 അല്ലേ. 2.5. ഓക്കെ, 2.5. പിന്നെന്താണ്? നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതുക കേട്ടോ. 2.5. പിന്നെ 7ന്റെ പകുതി എത്രയാണ്? 7ന്റെ പകുതി 3.5 അല്ലേ. അപ്പോൾ നമുക്ക് എന്താ എഴുതുക? 3 3.5 3.5 എക്സെട്ര അങ്ങനെ പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്? രണ്ടാം പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ച് വെക്കുക അല്ലേ. 1.5ന്ന് അര കുറച്ചാൽ എത്രയാണ്? 1. അതൊക്കെ. ഇനി മൂന്നാം പദത്തിൽ നിന്ന് നമുക്ക് എന്താക്കുക? രണ്ടാം പദം കുറച്ച് വെക്കുക. 2.5ന്ന് 1.5 കുറച്ച് വെക്കുക. 2.5ന്ന് 1.5 കുറച്ചാൽ എത്ര കിട്ടുക? 2.5 മൈനസ് 1.5 എത്രയാ? 2.5ന്ന് 1.5 കുറച്ചാൽ 1 കിട്ടും അല്ലേ. അപ്പോൾ എന്താണ്? അപ്പോൾ നോക്കൂ,
രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുക അല്ലെ. 1.5 അര കുറച്ചാൽ എത്രയാ 1. പിന്നെന്താണ് 2.5 1.5 കുറച്ചാൽ എത്രയാ 1. പിന്നെ 3.5 2.5 കുറച്ചാൽ എത്രയാ 1. അപ്പൊ എന്താണ് ഇതിന്റെ ഒക്കെ കോമൺ എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ് 1 തന്നെയാണ് അല്ലെ. അപ്പൊ ഇതിന്റെ എന്താണ് പൊതുവ്യത്യാസം 1 ആണ് അല്ലെ. അപ്പൊ പൊതുവ്യത്യാസം ഉണ്ടെങ്കിൽ എന്താണ് ഇത് എന്താണ് സമാന്തര ശ്രേണിയാണ് അല്ലെ. ഓക്കെ. അപ്പൊ എന്താണ് ഒറ്റസംഖ്യകളുടെ പകുതിന്റെ ആ ശ്രേണി എന്താണ് സമാന്തര ശ്രേണിയാണ് അല്ലെ. അതിന്റെ പൊതുവ്യത്യാസം എത്രയാണ് 1 അല്ലെ. ദെൻ അടുത്ത ചോദ്യം നോക്കിയാൽ ചുവടെയുള്ള ചിത്രങ്ങൾ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഈ ചിത്രങ്ങൾ നോക്കുക. ഓരോ ചതുരത്തിലും എത്ര ചെറിയ സമചതുരങ്ങളുണ്ട്? ഇതിൽ എത്രയാണ് ഉള്ളത്? ഇതിൽ 2 അല്ലേ. അപ്പൊ എത്രയാണ് ഓരോ ചതുരത്തിലും എത്ര ചെറിയ സമചതുരങ്ങളുണ്ട്? അപ്പൊ ഫസ്റ്റത്തേൽ എന്താണ് 2 അല്ലേ. അടുത്തതിൽ എത്രയാ 4. അടുത്തതിൽ എത്രയുള്ളത് 6. അടുത്തതിൽ എത്രയുള്ളത് എണ്ണി നോക്കുക. 1 2 3 4 5 6 7 8 അല്ലേ. 8 ഇതാണ് അല്ലേ. ഇനി എത്ര വലിയ സമചതുരങ്ങളുണ്ട്? എത്ര വലിയ സമചതുരങ്ങളുണ്ട് നോക്കിയ സമചതുരങ്ങളാണ് എത്ര വലിയ സമചതുരങ്ങൾ. ഇനി എത്ര വലിയ സമചതുരങ്ങൾ ഉണ്ടെന്നാ. ഇപ്പൊ ഇതിലെന്താ 0 ആണുള്ളത് അല്ലേ. പിന്നെ ഇതിലെത്രയാ 1. പിന്നെ ഇതിലെത്രയാണ്? ഇതില് നമുക്ക് 1 2 എടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കിയേ 0 1 2. പിന്നെ അടുത്ത ഇതിലെ നോക്കിയേ 1 2 3 ഇങ്ങനെ ആക്കി എടുക്കുക അല്ലേ. അപ്പോൾ ഇത് 2 1 വരും 1 പിന്നെ 2 പിന്നെ 3 അല്ലേ. അപ്പോൾ അതിൽ 3 നമുക്ക് എടുക്കാം അല്ലേ 3. ഓക്കെ. ഇതിനടുത്ത് ആകെ എത്ര സമചതുരങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ മൊത്തം എത്ര സമചതുരങ്ങൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമചതുരങ്ങളുള്ളത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 അല്ലേ. 20 പിന്നെ വലിയ സമചതുരം കൂട്ടണ്ടേ. അപ്പൊ നമുക്ക് എന്താക്കുക ടോട്ടൽ അല്ല ഓരോന്നിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് 2 അല്ലേ. അപ്പൊ ഇത് 2 നമുക്ക് കൊടുക്കാം. ഫസ്റ്റത്തെ 2. ഇനി ഇതിലോ 1 2 3 4 പിന്നെ വലിയ 1. അപ്പൊ അത്ര 5 അല്ലേ. 5. ദെൻ അടുത്തതോ ഇവിടെയോ 1 2 3 4 5 6 പിന്നെ 7 പിന്നെ 8 അല്ലേ. അപ്പൊ 8. ദെൻ അടുത്തതോ 1 2 3 4 5 6 7 8 പിന്നെ 9 പിന്നെ 10 11 അല്ലേ. അപ്പോൾ അവിടെ 11. ഓക്കെ. ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഓരോ ശ്രേണിയും സമാന്തര ശ്രേണിയാണോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ആദ്യത്തെ എന്താണ് ആദ്യം നമ്മൾ മനസ്സിൽ എന്താ 2 തന്നെ അല്ലേ. അതിന്റെ പൊതുവ്യത്യാസം 2. അത് സമാന്തര ശ്രേണിയാണ്. ഇതിന്റെ പൊതുവ്യത്യാസം എന്താ 1. അപ്പോൾ ഇതും സമാന്തര ശ്രേണി. ഇനി ഇതിൻ്റെതോ 5 2 പോയാൽ 3 8 3 5 പോയാൽ എത്രയാ 3 11 8 പോയാൽ 3. ഇതൊരു സമാന്തര ശ്രേണി അല്ലേ. അപ്പോൾ ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഓരോ ശ്രേണി എന്താണ് സമാന്തര ശ്രേണി തന്നെയാണ് അല്ലേ. ഓക്കെ. അടുത്തത് എന്താണ്